ഹലോ എവ്രി വൺ, വെൽക്കം ടു ടേക്ക് ഇറ്റ് ഈസി. നമ്മൾ ഇന്ന് ഒന്നാമത്തെ യൂണിറ്റ് ട്രയൽസ് ആൻഡ് ട്രയംസ് എന്നുള്ള യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 3 പോർഷൻസ് ആയിട്ടാണുള്ളത്. ഒന്നാമത്തെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, എ വെരി ഓൾ മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറഞ്ഞിട്ട് ഗബ്രിയേൽ ഗ്രേഷ്യ മാർക്കസ് എഴുതിയ ഒരു കഥയാണ്. രണ്ടാമത്തെ ഒരു സർവൈവർ ടെസ്റ്റിമണിയാണ്, അതായത് ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളുടെ ഒരു അനുഭവക്കുറിപ്പാണ്. മൂന്നാമത്തത് ഒരു ഡ്രമാറ്റിക് സ്പീച്ചാണ്, വില്യം ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ എന്നുള്ള നാടകത്തിലെ ഒരു ഡ്രമാറ്റിക് സ്പീച്ചാണ്. സോ ഇത്രയാണ് ഉള്ളത് കേട്ടോ. അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് എ വെരി ഓൾ മാൻ വിത്ത് എനോമസ് വിങ്സ് എന്നുള്ള സ്റ്റോറിയാണ്. ഓക്കെ, അതിൽ എന്താണ് ട്രയൽസ് ആൻഡ് ട്രയംസ് എന്ന് പറഞ്ഞാൽ? ട്രയൽസ് എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളാണ് കേട്ടോ. ട്രയംസ് എന്ന് പറഞ്ഞാൽ വിജയങ്ങളും നേട്ടങ്ങൾ എന്നുള്ള അർത്ഥം. അപ്പം ട്രയൽസ് ആൻഡ് ട്രയംസ് പറഞ്ഞാൽ നേട്ടങ്ങളും കോട്ടങ്ങളും അല്ലേ, അല്ലെങ്കിൽ ദുരിതങ്ങളും നേട്ടങ്ങളും എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഇനി അതിൻ്റെ മേലെ തന്നെ നമുക്കൊരു കൊട്ടേഷൻ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. എന്താണത്? ഇറ്റ് ഈസ് ഓൺലി വിത്ത് ദ ഹാർട്ട് that one can see rightly. What is essential is invisible to the eye. എന്താ പറയുന്നത്? നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് നമ്മൾ പുറം ഭാഗം മാത്രമാണ്, നമ്മൾ കാണുന്നത് ജസ്റ്റ് അതിൻ്റെ ഔട്ടർ കവറിങ് മാത്രമാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഒരു വ്യക്തിയെ, സ്നേഹം, കരുണ, എന്താണ് അല്ലേ, അതൊക്കെ കാണണമെങ്കിൽ നമ്മൾ നമ്മുടെ ഹൃദയം കൊണ്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇത് ദ ലിറ്റിൽ പ്രിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കൊട്ടേഷനാണ് കേട്ടോ. ഓക്കെ, നോക്കാലോ. ലെറ്റ്സ് ലോഗിൻ. ദർ ഇസ് നോ സൺ വിതൗട്ട് ഷാഡോ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ ദ നൈറ്റ്. ആൽബർട്ട് ക്യാമസ് പറഞ്ഞതാണ്. എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ നല്ല കാലവും മോശം കാലവും ഉണ്ടാവും, രണ്ടും ഉണ്ടാവും നമുക്ക് അല്ലേ. ദുഃഖം അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷത്തിൻ്റെ വില മനസ്സിലാകുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നൈറ്റ്, രാത്രി വന്നാൽ മാത്രമേ പകലിൻ്റെ വില, വെളിച്ചത്തിൻ്റെ വില നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ദർ ഇസ് നോ സൺ, ഒരു സൂര്യനും ഇല്ല. ഷാഡോ ഇല്ലാത്ത സൺ ഉണ്ടാവില്ല, സൂര്യൻ ഉണ്ടാവില്ല. ഇരുട്ടില്ലാത്ത വെളിച്ചം ഉണ്ടാവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി what do you think sun and shadow mean in the context? What does the night represent? How are good times and bad times related to each other? You may discuss these questions in groups. എന്താണ് പറയുന്നത്? ജീവിതത്തിന് സണ്ണും ഷാഡോ എന്ന് പറയുന്നത് ഇറ്റ്സ് ഗുഡ് ആൻഡ് ബാഡ്. നല്ല കാലവും ജീവിതത്തിന് നല്ല കാലവും മോശം കാലവുമാണ് സൺ ആൻഡ് ഷാഡോ. ഓക്കെ, ദെൻ വാട്ട് ഡസ് നൈറ്റ് റെപ്രസെൻറ്റ്? നൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവർ സാഡ്നെസ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മോശം കാലഘട്ടത്തെയാണ് നൈറ്റ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഗുഡ് ടൈംസും ബാഡ് ടൈംസും ഓൾവേസ് റിലേറ്റഡ് ടു ഈച്ച് അതർ. ഇറ്റ്സ് ലൈക്ക് ഡേ ആൻഡ് നൈറ്റ്. സൂര്യൻ ഉണ്ടെങ്കിൽ ഷാഡോ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഇറ്റ്സ് ലൈക്ക് ഡേ ആൻഡ് നൈറ്റ്. പകലുണ്ടെങ്കിൽ രാത്രിയുണ്ട് അല്ലേ. ഒരു കോയിൻ്റെ 2 വശങ്ങൾ എന്ന് പറയുന്ന പോലെയാണ് ഗുഡ് ടൈംസും ബാഡ് ടൈംസും. മനസ്സിലായല്ലോ? ഇനി എന്താണ്? ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. കൈൻഡ്നസ് ആൻഡ് എംപതി ആർ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഇൻ അവർ വേൾഡ്. എന്താ പറയുന്നത്? ദയയും സഹാനുഭൂതിയൊക്കെയാണ് നമ്മുടെ ഈ വേൾഡിൽ നമുക്ക് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റീസ്. ദേ സ്പ്രെഡ് ലൈറ്റ് ആൻഡ് ഹോപ്പ് ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ്. അവർ സൊസൈറ്റി ടെൻസ് ടു ഐസൊലേറ്റ് ദ വൺസ് ഹു അപ്പിയർ ഡിഫറെൻറ്റ്, എസ്പെഷ്യലി ദോസ് ഹു ആർ വീക്ക് ആൻഡ് വൾണറബിൾ. We may not always realize that even small acts of compassion can have a significant impact on many lives. നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഒരു നേച്ചർ വന്നിട്ടുണ്ട്. എന്താ പറയുന്നത്? കുറച്ച് മോശമായിട്ടുള്ള സഹായം വേണ്ട ആൾക്കാരെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത ഇപ്പോൾ വന്നിട്ടുണ്ട്. കാണാൻ കൊണമില്ലെങ്കിൽ കുറച്ചൊരു ഒരു അസുഖം പിടിച്ച പോലത്തെ ആൾക്കാരെയൊക്കെ മാറ്റി നിർത്തുന്ന പോലത്തെ ഒരു പ്രവണത ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രവണതയൊന്നും ഇല്ല അല്ലേ. നമ്മളെല്ലാവരും നമ്മളെ കൊണ്ടാവുന്ന ഹെൽപ്പ് ചെയ്യാറില്ലേ? യെസ്, വെരി ഗുഡ്. സോ നമ്മൾ ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. എ സ്മോൾ ആക്ട്, ചെറിയൊരു ഹെൽപ്പ് പോലും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാ പറഞ്ഞിരിക്കുന്ന 3 ക്വസ്റ്റ്യൻസിൻ്റെ ജസ്റ്റ് ആൻസർ പോലെ കൊടുത്തതാണ് കേട്ടോ. വാട്ട് ഡു സൺ ആൻഡ് ഷാഡോ മീൻ ഇൻ ദ കോണ്ടെക്സ്റ്റ്? സൺ റെപ്രസെൻറ്റ്സ് ഹാപ്പിനെസ്, സക്സസ്, പോസിറ്റിവിറ്റി ആൻഡ് ഗുഡ് ടൈംസ് ഇൻ ലൈഫ്. ഷാഡോ റെപ്രസെൻറ്റ്സ് പ്രോബ്ലംസ്, സാഡ്നെസ്, സ്ട്രഗിൾസ് ആൻഡ് ഡിഫിക്കൽട്ടീസ്. വിഷമങ്ങളും സാഡ്നെസ്, ദുഃഖങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് ഷാഡോ പറയുന്നത്. സൺ എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്സും വിജയമൊക്കെയാണ് പറയുന്നത്. വാട്ട് ഡസ് ദ നൈറ്റ് റെപ്രസെൻറ്റ്? രാത്രി എന്തിനെ സൂചിപ്പിക്കുന്നു? നൈറ്റ് റെപ്രസെൻറ്റ്സ് ഹാർഡ് ടൈംസ്, ഡാർക്ക്നെസ്, കൺഫ്യൂഷൻ ഓർ ഡിഫിക്കൽട്ട് ഫേസസ് ഇൻ അവർ ലൈഫ്. ഇറ്റ് ഓൾസോ സജസ്റ്റ്സ് ദാറ്റ് വി മസ്റ്റ് എക്സ്പീരിയൻസ് ഡിഫിക്കൽട്ടീസ് ടു അണ്ടർസ്റ്റാൻഡ് ഹാപ്പിനെസ്. എന്താണ് പറയുന്നത്? വി മസ്റ്റ് എക്സ്പീരിയൻസ് ഡിഫിക്കൽട്ടി. ബുദ്ധിമുട്ടുണ്ടായാൽ മാത്രമേ നമുക്ക് സന്തോഷത്തിൻ്റെ വില മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നുകൂടിയാണ് ഇത് അർത്ഥമാക്കുന്നത്. ഹൗ ആർ ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ് റിലേറ്റഡ് ടു ഈച്ച് അതർ? എങ്ങനെയാണ് ഗുഡ് ടൈം ബാഡ് ടൈം റിലേറ്റഡ് ടു ഈച്ച് അതർ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ് ആർ കണക്റ്റഡ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് ഓൺ ഈച്ച് അതർ. രണ്ടും ഒരുമിച്ച് ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. വി കനോട്ട് ട്രൂലി അപ്രിഷിയേറ്റ് ഹാപ്പിനെസ് വിത്തൗട്ട് എക്സ്പീരിയൻസിങ് സാഡ്നെസ്. നമുക്ക് സന്തോഷത്തെ അല്ലെങ്കിൽ നല്ല കാലത്തെ അപ്രീഷിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പുകഴ്ത്തി പറയാൻ കഴിയില്ല. എങ്ങനെ?
നമുക്കതിൻ്റെ സങ്കടമുള്ള അവസ്ഥ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല അവസ്ഥ എന്താണെന്ന് നമുക്ക് അതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കാൻ കഴിയുള്ളൂ. Just like there is no sun without shadow, life always has both ups and downs. എന്താ പറയുന്നത്? ഷാഡോ, നിഴലില്ലാണ്ട് സൂര്യനില്ല എന്ന് പറയുന്നത് പോലെ ലൈഫ് എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. കയറ്റം ഉണ്ടാവും, താഴ്ച, അല്ലേ? ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ എന്താണ്, അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ലൈഫിൽ ജീവിതത്തിൽ ഉണ്ടാകും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ സ്റ്റോറി. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. എനോമസ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ്, വളരെ വലിയ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഒരു വയസ്സായിട്ടുള്ള മനുഷ്യൻ, ഒരു വലിയ ചിറകുമായിട്ടുള്ള ഒരു മനുഷ്യൻ എന്നുള്ള അർത്ഥമാണ്. ഗബ്രിയേൽ ഗ്രേഷ്യ മാർക്കസ് എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. The light was weak even at noon. When Pelayo was coming back to the house, it was hard for him to see what was moving and groaning in the rear of the courtyard. ഉച്ച സമയം ആയിരുന്നിട്ട് കൂടി ലൈറ്റ് ഭയങ്കര കുറവായിരുന്നു. പെലയോ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം വീട്ടിലേക്ക് വരികയായിരുന്നു. സോ ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം. അയാൾക്ക് കുറച്ച് കാണാൻ ബുദ്ധിമുട്ട് തോന്നി. എന്താണ്, മുറ്റത്ത് എന്തോ കിടന്നിട്ട് ഇങ്ങനെ വേദന കൊണ്ട് മുരളുന്ന പോലത്തെ ഒരു സൗണ്ട് കേട്ടു. ഗ്രോണിംഗ് എന്ന് പറഞ്ഞാൽ വേദന കൊണ്ട് ഉണ്ടാക്കുന്ന ശബ്ദമാണ് കേട്ടോ. ഗ്രോണിങ്, മുരളുക എന്നുള്ള അർത്ഥമാണ്. അപ്പം മുറ്റത്ത് അങ്ങനെ എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കാൻ പോലും പെലയോയിന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് ദ ലൈറ്റ് വാസ് ഡിം. ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ ദാറ്റ് ഇറ്റ് വാസ് എൻ ഓൾഡ് മാൻ, എ വെരി ഓൾഡ് മാൻ. The man was lying face down in the mud. In spite of his tremendous efforts, the man couldn't get up, impeded by his enormous wings. എന്താണ്, അദ്ദേഹം വളരെ അടുത്ത് പോയി നോക്കിയപ്പോൾ മാത്രമാണ് അതൊരു വയസ്സായ മനുഷ്യനാണെന്ന് മനസ്സിലായത്. അയാൾ മുഖം നിലത്തേക്ക് കമഴ്ത്തി വെച്ച് കിടക്കുകയായിരുന്നു. ഓക്കെ, ലൈങ് ഡൗൺ, മുഖം മണ്ണിലിങ്ങനെ അമർത്തി വെച്ച പോലെ കിടക്കലായിരുന്നു. അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്തിനാ, എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ട്രമൻഡസ് എഫേർട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയായിട്ടുള്ള ഒരു ഇതാണ്, അതികഠിനമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ബിക്കോസ് അദ്ദേഹത്തിന് വലിയ ചിറകുകളുണ്ടായിരുന്നു. ആ ചിറകുകൾ, ഇനോമസ് ആയിട്ടുള്ള ചിറകുകൾ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തി. ഇംപെഡഡ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തി. ആ എഴുന്നേൽക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പറ്റാതിരിക്കാൻ കാരണം ആ വലിയ ചിറകുകളായിരുന്നു. ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ്, പെലയോ റാൻ ടു ഗെറ്റ് എലിസെൻറ്റ, his wife. She was putting compresses on their sick child. ആ ചിറകൊക്കെയുള്ളൊരു മനുഷ്യനെ കണ്ടപ്പോൾ പെലയോ ആകെ പേടിച്ചു. അദ്ദേഹം വീട്ടിലേക്ക് ഓടി. എന്തിനാണ്, ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരാൻ. ഭാര്യയുടെ പേര് എലിസെൻറ്റ എന്നാണ്. അപ്പോൾ അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, മകന്, അവരുടെ കുഞ്ഞിന് സുഖമില്ലായിരുന്നു, പനി എന്തോ ആയിരുന്നു. അപ്പോൾ എന്താണ്, നനഞ്ഞ തുണി വെച്ചിട്ട് പനി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കംപ്രസസ് എന്ന് പറഞ്ഞാൽ കംപ്രസ് ചെയ്യുക, പനി കുറയ്ക്കാൻ വേണ്ടി നനഞ്ഞ തുണി വെച്ച് കുഞ്ഞിനെ പരിചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വൈഫ്. ആ വൈഫിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പെലയോ വീട്ടിലേക്ക് ഓടി. അവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസേഴ്സ് മറ്റൊരു ചെറിയ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതും കൂടി നോക്കുക. ഹി ടുക്ക് ഹെർ ടു ദ റെയർ ഓഫ് ദ കോർട്ട്യാർഡ്. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫോളൻ ബോഡി. അയാൾ പെലയോ എന്താണ്, വൈഫിനെ കൂട്ടിയിട്ട് മുറ്റത്തിൻ്റെ ബാക്ക് വശത്തേക്ക് ഓടി. എന്നിട്ട് അവർ രണ്ടാളും ഇങ്ങനെ ആ കിടക്കുന്ന ആ വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഫോളൻ ബോഡിയിൽ നിലത്ത് വീണ് കിടക്കുന്ന ആ ഒരു ശരീരത്തെ ഇങ്ങനെ നോക്കി നിന്നു. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാക്ക് പിക്കർ. എന്താണ് പറയുന്നത്, അയാൾ ആകെ എന്താണ്, മുഷിഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. റാക്ക് പിക്കർ എന്ന് പറഞ്ഞാൽ വേസ്റ്റൊക്കെ പെറുക്കാൻ വരുന്ന ആൾക്കാരാണ് കേട്ടോ. നോക്കൂ, എ റാക്ക് പിക്കർ ഈസ് എ പേഴ്സൺ ഹു കളക്ട്സ് വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം ഗാർബേജ്, യൂഷ്വലി ടു റീയൂസ് ഓർ സെൽ ദം ഫോർ റീസൈക്ലിംഗ്. എന്താണ്, റീയൂസ് ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ റീസൈക്കിളൊക്കെ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ വേസ്റ്റിൽ നിന്ന് പെറുക്കിയെടുത്ത് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആൾക്കാരെയാണ് റാക്ക് പിക്കർ എന്ന് പറയുക കേട്ടോ. വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഒരു വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരുന്ന ആളെപ്പോലെ അത്ര മുഷിഞ്ഞിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നത്. There were only a few faded hairs left on his bald skull and very few teeth in his mouth. തലയിൽ ആകെ 1-2 മുടി മാത്രമായിരുന്നുണ്ടായിരുന്നു. മുടി മുഴുവൻ കൊഴിഞ്ഞു പോയിരുന്നു അദ്ദേഹത്തിൻ്റെത്. ബാൾഡ് ഹെഡ് എന്ന് പറഞ്ഞാൽ കഷണ്ടി, തല മുടിയില്ലാത്ത തലയ്ക്കാണ് ബാൾഡ് ഹെഡ് എന്ന് പറയുക കേട്ടോ. ആ സ്കൾ എന്ന് പറഞ്ഞാൽ തലയൊട്ടി അല്ലേ. അവിടെ ആകെ 1-2 മുടി മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്, ബാക്കി മുഴുവൻ പൊഴിഞ്ഞു പോയിരുന്നു. അതുപോലെ തന്നെ പല്ലൊന്നും ബാക്കിയുണ്ടായിട്ടില്ല. 1-2 പല്ല് മാത്രമാണ് വായിലുണ്ടായിരുന്നത്. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അദ്ദേഹത്തിൻ്റെ ദയനീയമായ അവസ്ഥ കണ്ടപ്പോൾ എന്താണ്, ഒരു ഡ്രഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ നനഞ്ഞ എന്നുള്ള അർത്ഥമാണ്. പക്ഷേ ഇവിടെ ഡ്രഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് ഉദ്ദേശിച്ചത് വളരെ അവശനായിട്ടുള്ള ഒരു എന്താണ്, മുതുമുത്തച്ഛൻ അല്ലേ. അച്ഛനെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, അത്രയും വയസ്സായിട്ടുള്ള ക്ഷീണിച്ചിട്ടുള്ള ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറെ പോലെ, മുതുമുത്തച്ഛനെ പോലെയാണ് അദ്ദേഹം കാണപ്പെട്ടത്, അദ്ദേഹത്തെ കണ്ടപ്പോൾ തോന്നിയത്. This took away any sense of grandeur he might have had. എന്താ പറയുന്നത്, ഇത് അദ്ദേഹത്തിന് ഒരു മഹത്വം ഉള്ളതായിട്ട് തോന്നിയില്ല. അത്രയും ക്ഷീണിച്ചിരുന്നു അദ്ദേഹം, അത്രയും വയസ്സായിരുന്നു അദ്ദേഹം കേട്ടോ. GRANDEUR, ഗ്രാജർ എന്നാണ് വായിക്കേണ്ടത്.
GRANDEUR, grandeur. ഇത് മഹത്വം എന്നാണ് അർത്ഥം. His huge buzzard wings, dirty and half plucked, were entangled in the mud. ബസാർഡ് വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ ബസാർഡ് എന്ന് വെച്ചാൽ ഒരു പക്ഷി, നമ്മുടെ പ്രാപ്പിഡിയൻ പോലത്തെ ഒക്കെ പക്ഷീൻ്റെ പോലത്തെ വലിയ ചിറകുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് മുഴുവൻ അഴുക്ക് പിടിച്ചിരുന്നു, പകുതി പറഞ്ഞ് തൂങ്ങിയ പോലെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് അതൊക്കെ? എൻറ്റാങ്കിൾഡ്, മണ്ണിലിങ്ങനെ കുരുങ്ങി കിടക്കലായിരുന്നു. They looked at him so long and so closely that Pelayo and Elisenda very soon overcame their surprise. അങ്ങനെ കുറേ നേരം നോക്കി നിന്നല്ലേ, ക്ലോസ് ആയിട്ട് അവരിങ്ങനെയൊക്കെ നോക്കി വാച്ച് ചെയ്തപ്പോൾ പെലയോൻ്റെയും എലിസൻ്റെൻ്റെയും ആ ടെൻഷനൊക്കെ മാറി ആ സർപ്രൈസിന് തരണം ചെയ്യാൻ വേണ്ടി പറ്റി. In the end, they found him familiar. Then they dared speak to him. കുറേ നേരം നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു പേടിയൊക്കെ മാറിയിട്ട് ഒരു പരിചയമുള്ള ഒരാളെപ്പോലെ അവർക്ക് തോന്നി. അങ്ങനെ അയാളോട് ആ വ്യക്തിയോട് സംസാരിക്കാനുള്ള ഒരു ധൈര്യം തോന്നി. He answered in an incomprehensive dialect with a strong sailor's voice. എന്താ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഒട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഒട്ടും എന്താണ് വ്യക്തമല്ലാത്ത ഒരു ഭാഷയിലായിരുന്നു, ഏതോ ഒരു ലിപിയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. സ്ട്രോങ് സെയിലർ, ഒരു നാവികൻ, ഒരു കടലിൽ യാത്ര ചെയ്തിരിക്കുന്ന ഒരു നാവികനെ പോലെയാണ് അവർക്ക് തോന്നിയത്. അങ്ങനെ അത്രയും ശക്തമായൊരു വോയിസിൽ അദ്ദേഹം റിപ്ലൈ കൊടുത്തു. അങ്ങനെയുള്ളൊരു വോയിസിൽ അദ്ദേഹം ക്ലിയർ അല്ലാണ്ട് ആൻസർ കൊടുത്തു. They concluded that he was a lonely castaway from some foreign ship wrecked by the storm. അങ്ങനെ അവർ രണ്ടാളും കൂടി തീരുമാനിച്ചു, ഇത് എനിക്ക് തോന്നുന്ന ഒരു സെയിലറാണ്, അതായത് ഒരു ഫോറിൻ ഷിപ്പ് അല്ലേ, വിദേശത്ത് നിന്നോ വന്ന ഒരു കപ്പൽ അത് കാറ്റത്ത് എവിടെയോ ഇടിച്ച് പൊട്ടി തകർന്നു പോയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഒഴുകി വന്ന ഒരാൾ, അതാണ് ഈ കാസ്റ്റവേ എന്ന് പറയുന്നത് കേട്ടോ. അതായത് കുറേ ആൾക്കാർ ഒരു അപകടം സംഭവിച്ചിട്ടാകുമ്പോൾ അതിൽ നിന്ന് ഒരു വ്യക്തി മാത്രം രക്ഷപ്പെട്ടു വരില്ലേ, അങ്ങനെയുള്ളവരെയാണ് കാസ്റ്റവേ എന്ന് പറയാം. അങ്ങനെ ഒറ്റയ്ക്ക് ലോൺലി കാസ്റ്റവേ, അങ്ങനെ രക്ഷപ്പെട്ടു വന്ന ഏതോ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് അവർ പറഞ്ഞു. ഒരു കപ്പൽ ആക്സിഡൻറ്റിൽ രക്ഷപ്പെട്ടു വന്ന ഒരു വ്യക്തിയാണെന്ന് അവർ രണ്ടും കൂടി കൺക്ലൂഡ് ചെയ്തു. Then they called in a neighbor woman to see him. അടുത്തുള്ള ഒരു നെയ്ബർ, അയൽക്കാരിയെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ കാണിച്ചു. All she needed was one look to show them their mistake. He is an angel, she told them. അവർ വിചാരിച്ചത് കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് അല്ലേ എന്നവർ വിചാരിച്ചു, കാസ്റ്റ് അവേ ഫ്രം എ ഷിപ്പ് എന്ന് വിചാരിച്ചു. പക്ഷേ അടുത്തുള്ള ഒരു നെയ്ബറിനെ വിളിച്ചു കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, നോ, ഇത് അങ്ങനെയുള്ള ഒരാളല്ല, ഇദ്ദേഹം ഒരു ഏഞ്ചലാണ്, ഒരു മാലാഖ, എവിടുന്നോ വന്നല്ലേ, ആകാശത്ത് നിന്ന് വന്ന ഒരു മാലാഖയാണ്, ഏഞ്ചലാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞു. He must have been coming for the child, but the poor fellow is so old that the rain knocked him down. വേണമെങ്കിൽ അദ്ദേഹത്തിന് മക്കളെയോ അന്വേഷിച്ച് വന്നതായിരിക്കാം, കുട്ടിയെ അന്വേഷിച്ച് വന്ന ഒരു മാലാഖയായിരിക്കാം. പക്ഷേ സ്റ്റോം അല്ലെങ്കിൽ മഴയും ഒക്കെ കാരണം അദ്ദേഹത്തിന് പോകാൻ വേണ്ടി പറ്റാണ്ട് അത് തളർന്നിവിടെ താഴെ വീണതായിരിക്കുമെന്ന് ആ നെയ്ബർ വുമൺ ഇവരോട് പറഞ്ഞു. He must have been coming for the child, but the poor fellow is so old that the rain knocked him down. എന്താണ് ആ സ്ത്രീ പറയുന്നത്? അടുത്ത വീട്ടിലെ സ്ത്രീ എന്താണ് പറയുന്നത്? അദ്ദേഹം ചിലപ്പോൾ കുട്ടിക്ക് വേണ്ടി വന്നതായിരിക്കാം. കുട്ടിക്ക് വേണ്ടി വന്നതാണെന്ന് ഉദ്ദേശിച്ചത് എന്താണ്? കുട്ടിക്ക് സുഖമില്ലാണ്ടിരിക്കലാണ് അല്ലേ, പെലയോയുടെ കുട്ടിക്ക് സുഖമില്ലാണ്ടിരിക്കലാണ്. സോ ആ കുട്ടിയുടെ അസുഖം മാറ്റാൻ വേണ്ടി വന്ന ദൈവദൂതനായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് മഴ കാരണം അവിടെ വീണുപോയതായിരിക്കാം, അത്രയും ശക്തിയായ മഴ കാരണം എഴുന്നേൽക്കാൻ പറ്റാണ്ട് അവിടെ വീണുപോയതായിരിക്കാമെന്ന് ആ നെയ്ബർ വുമൺ പെലയോടും വൈഫിനോടും പറഞ്ഞു. ഓൺ ദ ഫോളോയിങ് ഡേ everyone knew that a flesh and blood angel was held captive in Pelayo's house. അടുത്ത ദിവസം എല്ലാവരും അറിഞ്ഞു, ഒരു ഫ്ലഷ് ആൻഡ് ബ്ലഡ്, അതായത് മാംസവും രക്തത്തോടും കൂടി അല്ലെങ്കിൽ നമ്മളെപ്പോലെ ജീവനുള്ള ഒരു ഏഞ്ചലിനെ, മാലാഖയെ അല്ലെങ്കിൽ ദൈവദൂതനെ ഹെൽഡ് ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിടിച്ച് കെട്ടുക അല്ലെങ്കിൽ ബന്ദിയാക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. പെലയുടെ വീട്ടിൽ ബന്ദിയാക്കിയിട്ട് ഒരു ഏഞ്ചൽ ഉണ്ട് എന്ന് എല്ലാവരും അറിഞ്ഞു. പെലയോ watched over him all afternoon from the kitchen, armed with his bailiff's club. പെലയോ വീടിൻ്റെ കിച്ചണിൽ നിന്ന് ഫുൾ ടൈം അയാളെ തന്നെ ആഫ്റ്റർനൂൺ വരെ, ഉച്ചവരെ അയാളെ തന്നെ നോക്കി നിന്നു. ആംഡ് എന്ന് പറഞ്ഞാൽ ആയുധധാരിയായിട്ടുള്ള അർത്ഥമാണ്. എന്ത് ആയുധമാണ് അയാൾ ധരിച്ചത്? ബേലിഫ് ക്ലബ്ബാണ്. ബേലിഫ് എന്ന് പറഞ്ഞാൽ കാര്യസ്ഥൻ, മേൽനോട്ടക്കാരെന്നൊക്കെയുള്ള അർത്ഥമാണ്. അദ്ദേഹത്തിൻ്റെ ഗദ അല്ലെങ്കിൽ ലാത്തി, വടിയുണ്ടല്ലോ നല്ലേ, അതൊക്കെ ധരിച്ചിട്ട് ഇയാളെ നോക്കി നിന്നു. എന്തിനാണ് അതൊക്കെ ധരിച്ചത്? ഇദ്ദേഹം എങ്ങനെയുള്ള ആളാണെന്നൊന്നും അറിയില്ല അല്ലേ, എന്തെങ്കിലും അറ്റാക്ക് വരികയാണെങ്കിൽ തിരിച്ച് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ആയിട്ട് റെഡി ആയിട്ട് അങ്ങനെ നിന്നത്. Before going to bed, he dragged him out of the mud and locked him up with the hens in the chicken coop. കിടക്കാൻ നേരത്തെ അദ്ദേഹം എന്ത് ചെയ്തു? ഈ മണ്ടിൽ നിന്ന് ഈ ഏഞ്ചലിനെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ ചിക്കൻ കൂപ്പിൽ, കോഴിക്കൂട്ടിൽ കൊണ്ടുവന്നിട്ടു. ചിക്കൻ കൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് കോഴിക്കൂട് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതിനുള്ളിൽ കൊണ്ടുവന്ന് ഇട്ടു.
A short time afterward, the child woke up without a fever and with a desire to eat. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ സുഖമില്ലാണ്ട് കിടന്ന് അവരുടെ കുട്ടി എന്താണ് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പനിയൊക്കെ മാറി എഴുന്നേറ്റ് പറഞ്ഞു എനിക്ക് വിശക്കുന്നു, ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി ആ കുഞ്ഞ് എഴുന്നേറ്റു. ദെൻ ദേ ഫെൽറ്റ് മാഗ്നാനിമസ്. എന്താണ് ആ മോൻ്റെ അസുഖം അല്ലെങ്കിൽ മോളുടെ അസുഖമൊക്കെ മാറിയത് കണ്ടപ്പോഴത്തേക്കും പെലയ്ക്കും വൈഫിനും വളരെ സന്തോഷമായി. അവർക്ക് ആ ഏഞ്ചൽ വന്നതുകൊണ്ടാണ് കുഞ്ഞിൻ്റെ അസുഖം മാറിയത് എന്നവർക്ക് തോന്നി. അവർക്ക് അവരോടൊരു വിശാല മനസ്കത തോന്നി അല്ലേ, മഹാമനസ്കത തോന്നിയിട്ട് അവർ തീരുമാനിച്ചു എന്ത്? They decided to put the angel on a raft with fresh water and provisions for 3 days and leave him to his fate on the high seas. ഒരു തോണി സംഘടിപ്പിച്ചിട്ട് അതിനകത്ത് ഒരു 3 ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, ഫ്രഷ് നല്ല വെള്ളവും അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ കരുതിയിട്ട് ഈ ഏഞ്ചലിനെ ആ തോണിക്കകത്താക്കിയിട്ട് സീയിൽ കടലിലേക്ക് ഉന്തിവിടാം. എന്നിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫേറ്റ്, വിധി എന്താണോ അതുപോലെ ആകട്ടെ എന്ന് അങ്ങനെ ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിച്ചു. But when they went out into the courtyard at the first light of dawn, they found the whole neighborhood in front of the chicken coop having fun with the angel. അങ്ങനെ തീരുമാനിച്ച് പിറ്റേന്ന് രാവിലെ ഏർലി മോർണിംഗ് അല്ലേ, എന്താണ് സൂര്യൻ്റെ ആദ്യത്തെ കിരണം താഴെ വീഴുന്നത്. അതാണ് പറയുന്നത് എങ്ങനെയാണ്? അറ്റ് ദ ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡോൺ, പ്രഭാതത്തിൻ്റെ ആദ്യത്തെ കിരണം, ആദ്യത്തെ വെളിച്ചം താഴെ വീഴുമ്പോഴത്തേക്ക് മുന്നേ അത്രയും ഏർലി മോർണിംഗ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അവരവിടെ പോയി, എവിടെ കോഴിക്കോടിന് മുമ്പിൽ എത്തിയപ്പോഴത്തേക്ക് എന്താണ് അവരെ കാണുന്നത്? ദേ ഫൗണ്ട് ദ ഹോൾ നൈബർഹുഡ്, മുഴുവൻ ചുറ്റുപാടുള്ള മുഴുവൻ ആൾക്കാരും എന്താണ് ഇതിന് മുമ്പിൽ, ഈ കോഴിക്കോടിന് മുമ്പിൽ ഈ ഏഞ്ചലിൻ്റെ മേലെ തമാശ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹാവിങ് ഫൺ. അതിൻ്റെ മേലെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ദ വിസിറ്റേഴ്സ് വർ ടോസിങ് ഹിം തിങ്സ് ടു ഈറ്റ് ത്രൂ ദ ഓപ്പണിംഗ് ഇൻ ദ കൂപ്പ്. ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വെയറിൻ്റെ എ സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ബട്ട് എ സർക്കസ് ആനിമൽ. ഒരു എന്താണ് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കഴിവുള്ള ഒരു വ്യക്തിയായിട്ട്, ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ കഴിവുള്ള ഒരു വ്യക്തിയാണ് അല്ലേ, അമാനുഷിക കഴിവുള്ള വ്യക്തിയാണ്. അതൊന്നും അവർ അങ്ങനെയൊന്നല്ല ഇയാളെ ട്രീറ്റ് ചെയ്യുന്നത്. ഒരു സർക്കസിലെ ഒരു ആനിമൽ, മൃഗത്തെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ കോഴിക്കോടിൻ്റെ ഉള്ളിലേക്ക് ഭക്ഷണങ്ങളൊക്കെ എറിഞ്ഞു കൊടുത്ത് അയാളെ കളിയാക്കിക്കൊണ്ട് തമാശ കളിച്ചുകൊണ്ട് നാട്ടുകാർ മൊത്തം അവിടെ ചുറ്റും കൂടിയിരുന്നു. The news of the captive angel spread with great rapidity. After a few hours, the courtyard had a bustle of a marketplace. The couple had to call in troops to disperse the mob. ഈ ഏഞ്ചലിനെ പിടിച്ച് ബന്ദിയാക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്ത പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്തു. റാപ്പിഡ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് എല്ലാവിടെയും എത്തി. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ് ദ കോർട്ട്യാർഡ് ഹാഡ് എ ബസിൽ ഓഫ് എ മാർക്കറ്റ് പ്ലേസ്. കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ എന്തായി? അവരുടെ മുറ്റം നിറയെ ഒരു ചന്ത പോലത്തെ അവസ്ഥയായി. ചന്തയിൽ എങ്ങനെയാണോ തിക്കും തിരക്കും കൂട്ടി ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാവുക, അതുപോലെ ആൾക്കാരെ കൊണ്ടും ശബ്ദം കൊണ്ടും അവിടെ നിറഞ്ഞു. ദ കപ്പിൾ ഹാഡ് ടു കോൾ ഇൻ ട്രൂപ്സ് ടു ഡിസ്പേഴ്സ് ദ മോബ്. ഈ ജനക്കൂട്ടത്തെ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ എന്താണ് പെലയ്ക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും പോലീസിനെ വരെ വിളിക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ഇരിക്കെ ദ ഗോട്ട് ദ ഐഡിയ ഓഫ് ഫെൻസിങ് ഇൻ ദ യാർഡ്. അവർക്കൊരു ഐഡിയ വന്നു, ഒരു മുറ്റത്തൊരു ചെറിയ ഇത് കെട്ടാം, എന്താണ് മതിൽ കെട്ടാം. എന്നിട്ടോ ആൻഡ് ചാർജിങ് 5 cents ഫോർ അഡ്മിഷൻ ടു സീ ദ ഏഞ്ചൽ. എന്തായാലും ആൾക്കാർ ഏഞ്ചലിനെ കാണാൻ വേണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? ഈ വരുന്ന ആൾക്കാരിൽ നിന്ന് ഒരാളിൽ നിന്ന് 5 cent വീതം. സെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് അമേരിക്കയിലെ ഒരു $100 100 നമ്മൾ ഒരു പൈസ 2 പൈസ എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ഒരു യൂണിറ്റാണ് കേട്ടോ. യൂണിറ്റ് ഓഫ് മണിയാണ്. ഫോറിൻ കൺട്രീസ് അതാണ് US, കാനഡയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. സോ 5 cent ഒരാൾ തരണം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ 5 പൈസ അല്ലെങ്കിൽ 5 രൂപ എന്നൊക്കെ പറയാം നമുക്ക്. ഓക്കെ, സോ അത് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഏഞ്ചലിനെ കാണാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്ക് വെക്കാമെന്ന് അവർ തീരുമാനിച്ചു. ഒരു ഐഡിയ വന്നു അല്ലേ, പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ പെലയ്ക്കും വൈഫിനും വന്നു. ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ എവേ. ഒരുപാട് ദൂരെ നിന്ന് വരെ ആൾക്കാർ അത്ഭുതത്തോടെ ഈ ഏഞ്ചലിനെ കാണാൻ വേണ്ടി വന്നു. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത് കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. രോഗിയായിട്ടുള്ള ഇൻവാലിഡ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവശരായിട്ടുള്ള രോഗികളായിട്ടുള്ള ആൾക്കാർ പോലും ഈ ഏഞ്ചലിനെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു മാജിക്ക് നടന്നിട്ട് അസുഖം മാറിയാലോ എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. പെലയോ ആൻഡ് എലിസണ്ട വെർ ഹാപ്പി വിത്ത് ഫെറ്റീഗ്. അവരെന്താണ്, പെലയും എലിസണ്ടയും വളരെ ഹാപ്പിയാണ് അല്ലേ. എന്നാൽ അവർ ക്ഷീണം, ലൈക്ക് ടയേർഡായി. കാരണം ഇങ്ങനെ ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ അവർ ടയേർഡായി. പക്ഷേ അവർ വളരെ ഹാപ്പിയാണ്, ബിക്കോസ് ദേ ഗെറ്റിംഗ് മണി. ഇഷ്ടംപോലെ പൈസ വന്നുകൊണ്ടേ ഇരിക്കലാണ്. In less than a week, they had crammed their rooms with money. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവരുടെ വീട് മുഴുവൻ പൈസ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞു. ഓക്കെ, സോ ക്രാം എന്ന് പറഞ്ഞാൽ നിറഞ്ഞ് കവിയുക എന്നുള്ള അർത്ഥമാണ്. ഫറ്റീഗ് ഈസ് ക്ഷീണം. ഓക്കെ, ഇനി എന്താണ്? സ്റ്റിൽ ദ ലൈൻ ഓഫ് പിൽഗ്രിംസ് വെയിറ്റിംഗ് ദെയർ ടേൺ ടു എൻ്റർ റീച്ച്ഡ് ബിയോണ്ട് ദ ഹൊറൈസൺ. എന്താ പറയുന്നത്? എന്നിട്ട് കൂടി ഈ ഏഞ്ചലിനെ കാണാൻ വേണ്ടി വന്ന
ആൾക്കാരുടെ നീണ്ട നിര അങ്ങ് ചക്രവാളം വരെ, ദാറ്റ് മീൻസ് അങ്ങ് നോക്കത്താ ദൂരത്ത് അങ്ങ് കിടക്കുകയാണ്. അത്രയും ആൾക്കാർ, പിൽഗ്രിംസ് എന്ന തീർത്ഥാടകർ അല്ലേ, കാണാൻ വേണ്ടി വന്ന ജനങ്ങളുടെ ആൾക്കാരുടെ തിരക്ക്. തീർത്ഥാടകരാണ്. ഈ ഇദ്ദേഹത്തെ ഒരു ദൈവത്തെ പോലെയാണ് കാണുന്നത്, ദൈവദൂതനെ പോലെ. അദ്ദേഹം അസുഖമൊക്കെ മാറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് ആൾക്കാർ ദൂരെ നിന്ന് കാണാൻ വരുന്നത്. സോ അങ്ങനെ അവരുടെ ക്യൂ അങ്ങനെ അങ്ങ് നീണ്ട് നിൽക്കലാണെന്നാണ് അർത്ഥം കേട്ടോ. ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ ചക്രവാളം എന്നുള്ള അർത്ഥമാണ്. The angel was the only one who took no part in his own act. He spent his time trying to get comfortable in his borrowed nest. At first, they tried to make him eat some mothballs, but he ate nothing but eggplant mush. എന്താ പറയുന്നത്, ഏഞ്ചൽ ഇതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല അല്ലേ, ഈ ആക്ഷനിലൊന്നും ഇദ്ദേഹം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ഫുൾ ടൈം എങ്ങനെയും അയാൾക്ക് കിട്ടിയ ബോറൗഡ് എന്ന് പറഞ്ഞ നെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്ദേഹത്തിൻ്റെ വീടല്ല, അദ്ദേഹത്തിൻ്റെ സ്ഥലം അല്ല അത് അല്ലേ, അവിടെ അയാളെ പിടിച്ചിട്ടിരിക്കുന്നതാണ്. സോ ഇറ്റ്സ് എ ബോറൗഡ് ഹൗസ് ഫോർ ഹിം. സോ അവിടെ അയാൾ എങ്ങനെയാണ് കംഫർട്ടബിൾ ആകാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടും അതിനുള്ള അറേഞ്ച്മെൻറ്റൊക്കെ അയാൾ അതിനുള്ളിൽ ചെയ്തുകൊണ്ടേ ഇരിക്കലായിരുന്നു. ഇവർ ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടി എന്താണ്, അറ്റ് ഫസ്റ്റ് മോത്ത് ബോൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തുണീൻ്റെ ഉള്ളിലൊക്കെ വെക്കുന്നില്ലേ പാറ്റ ഗുളികകളില്ലേ വെള്ള കളറുള്ള, അതുവരെ കൊടുത്തു നോക്കി എന്തിനെ, ഇദ്ദേഹത്തിനെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അദ്ദേഹം അതൊന്നും കഴിച്ചില്ല. എന്താ ഇദ്ദേഹം കഴിക്കാമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ പലതും കൊടുത്തു നോക്കി, ഒന്നും അദ്ദേഹം കഴിച്ചില്ല. എക്സെപ്റ്റ് എന്താണ്, എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വഴുതിനങ്ങയാണ് കേട്ടോ. വഴുതിനങ്ങ മാത്രമാണ് അദ്ദേഹം കഴിച്ചത്. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീം ടു ബി പേഷ്യൻസ്. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു അമാനുഷികമായിട്ടുള്ള ശക്തി എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ ക്ഷമയായിരുന്നു. ഹി വാസ് ക്വയറ്റ് പേഷ്യൻറ്റ് വെൻ ദ ഹെൻസ് പെഗ്ഡ് അറ്റ് ഹിം സെർച്ചിങ് ഫോർ ദ പാരസൈറ്റ്സ് ഇൻ ഹിറ്റ്സ് വിങ്സ്. എന്താണ്, ആ കോഴിക്കോടുള്ള കോഴികളൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയ ചിറകൊക്കെ ഉണ്ടല്ലോ, ആ ചിറകിൻ്റെ അകത്ത് പാരസൈറ്റ്സ്, അതായത് അതിനകത്തുള്ള ജീവികൾ. ഇപ്പോൾ നമ്മുടെ തലയിൽ പാരസൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, പേനാണ് അല്ലേ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ചിറകിനുള്ളിലുള്ള ചെറിയ ചെറിയ ജീവികളൊക്കെ കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് കോഴികൾ പോയിട്ട് അദ്ദേഹത്തെ കൊത്തിക്കൊണ്ടേയിരുന്നു. അന്നേരം അദ്ദേഹം ഒന്നും ചെയ്തില്ല, വളരെ ക്ഷമയോടുകൂടി ഇരുന്നു. He was patient again when the cripples pulled out his feathers to touch their limbs with. എന്താ പറയുന്നത്, അംഗഭംഗമുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചിറകുകൾ പറിച്ചെടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ കാലിൻ്റെയോ അല്ലെങ്കിൽ കൈൻ്റെയോ അല്ല അംഗഭംഗം മാറ്റാൻ വേണ്ടിയിട്ട്. ആ ഫെദേഴ്സ് ടച്ച് ചെയ്താൽ ചിലപ്പോൾ അസുഖം മാറും എന്നുള്ള പ്രതീക്ഷയിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചിറകുകൾ വലിച്ച് പറിച്ചപ്പോൾ പോലും ഒരു പ്രശ്നമില്ലാണ്ട് അദ്ദേഹം വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് പേഷ്യൻസോടുകൂടി, വളരെ ക്ഷമയോടുകൂടി അതിനുള്ളിൽ ഇരുന്നു. He remained patient when even the most merciful threw stones at him. After all, they were only trying to get him to rise so that they could see him standing. ഏറ്റവും ദയുള്ള ആൾക്കാർ അല്ലേ, അതായത് അമ്പലങ്ങളിലെ സന്യാസിമാരായിരിക്കാം, അല്ലെങ്കിൽ പള്ളിയിലെ പ്രീസ്റ്റ് അല്ലെങ്കിൽ ഇമാം എന്നൊക്കെ പറയും അല്ലേ, അവരൊക്കെയാണ് ഏറ്റവും ദയുള്ള ആൾക്കാർ, ദൈവിക ശക്തിയുള്ള ആൾക്കാർ നമ്മൾ കരുതുന്നത് അവരൊക്കെയാണ്. അവരൊക്കെ കൂടി എന്ത് ചെയ്തു, കല്ലുകൾ പെറുക്കി ഇദ്ദേഹത്തിൻ്റെ മേത്തേക്ക്, ഈ ഏഞ്ചലിൻ്റെ മേത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് പോലും ഈ ഏഞ്ചൽ വളരെ കാമാൻ ക്വയറ്റായിട്ട് ഇരുന്നു. എന്തിനാണ് ഇവിടെ ഈ പ്രീസ്റ്റും അവരൊക്കെ കല്ലെടുത്ത് ഇമാമൊക്കെ എന്തിനാണ് കല്ലെടുത്ത് എറിഞ്ഞത്? അങ്ങനെയെങ്കിലും ഈ ഏഞ്ചലിനെ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തത്. ഇറ്റ് സോ ഹാപ്പൻ ദാറ്റ് ഡ്യൂറിങ് ദോസ് ഡേയ്സ് ദർ അറൈവ്ഡ് ഇൻ ദ ടൗൺ എ ട്രാവലിംഗ് ഷോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവിടെ ടൗണിൽ ഒരു ട്രാവലിംഗ് ഷോ വന്നു. നമ്മുടെ ഈ സർക്കസൊക്കെ വരില്ലേ, കൂടാരം മാറി കുറച്ച് നാൾ ഇവിടെ നമ്മുടെ ഒരു ടൗണിൽ വരും, അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ അടുത്ത ടൗണിൽ പോയിട്ട് അവരവിടെ കിട്ടും. അതുപോലെയുള്ള ഒരു ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോ അവിടെ ആ ടൗണിൽ വന്നു. എന്താണ് അവിടെ നോക്കൂ, ദ മെയിൻ അട്രാക്ഷൻ വാസ് എ വുമൻ ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ഇൻ ടു എ സ്പൈഡർ ബൈ എ ബേസ്റ്റ് ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. ഇടിയും ഇടിമിന്നലൊക്കെ കാരണം ഒരു ചിലന്തിയായിട്ട് മാറിയ ഒരു സ്ത്രീ, ഒരു സാധാരണ സ്ത്രീയായിരുന്നു അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. The admission fee to see her was less than the fee to see the angel. അവരെ കാണാനുള്ള അഡ്മിഷൻ ഫീസ്, അവർക്കൊരു അഡ്മിഷൻ ഫീസ് ഉണ്ട് അവരെ കാണാൻ വേണ്ടിയിട്ടും. ആ ഫീസ് പക്ഷേ ഈ ഏഞ്ചലിനെ കാണാൻ ഉള്ളതിനേക്കാൾ വളരെ കുറവായിരുന്നു. സോ ദ പീപ്പിൾ ഫ്ലോക്ക് ടു സീ ഹെർ. എന്താണ്, ആൾക്കാരെല്ലാവരും അങ്ങോട്ടേക്ക് ഒഴുകി. They were also permitted to ask her all manner of questions about her absurd state. അവളുടെ അങ്ങനെയുള്ള ആ ഒരു സ്റ്റേറ്റിൽ ഒരിക്കലും നടക്കാത്തൊരു സ്റ്റേറ്റാണ് അതല്ലേ, ചിലന്തിയായി മാറുന്ന അങ്ങനത്തെ ഒരു വിശ്വസിക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയെക്കുറിച്ചുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വേണമെങ്കിൽ ഈ കാണാൻ പോകുന്നവർക്ക് ഈ സ്ത്രീയോട് ചോദിക്കാനുള്ള പെർമിഷൻ അവർക്ക് ഉണ്ടായിരുന്നു. The owners of the house had no reason to lament. The owners of the house ആരൊക്കെയാണ്? പെലെയോ ആൻഡ് ഹിസ് വൈഫ് എലിസൻഡ. അവർക്ക് ദുഃഖിക്കേണ്ട ഒരു കാരണമേ ഇല്ല. They have no reason to be sad. അവർക്ക് വിഷമിക്കേണ്ട കാര്യമേ ഉണ്ടായിട്ടില്ല. Because they have enough money. They saved enough money. Okay. With the money they saved, they built a 2-story mansion with balconies and gardens.
ആ സേവ് ചെയ്ത മണി കൊണ്ട് വലിയൊരു വീട്, 2 നില വീട് അദ്ദേഹം അവരുണ്ടാക്കി. ബാൽക്കണിയും പൂന്തോട്ടമൊക്കെയുള്ള വീടുണ്ടാക്കി. ഇറ്റ് ഓൾസോ ഹാഡ് ഹൈ നെറ്റിംഗ് സോ ദാറ്റ് ക്രാബ്സ് വുഡിൻ ഗെറ്റ് ഇൻ ഡ്യൂറിങ് ദ വിൻ്റർ ആൻഡ് അയൺ ബാർസ് ഓൺ ദ വിൻഡോസ് സോ ദാറ്റ് ഏഞ്ചൽസ് വുഡിൻ ഗെറ്റ് ഇൻ. എന്താണ്, ഈ ഏഞ്ചൽസ് ഉള്ളിൽ കയറാണ്ടിരിക്കാൻ വേണ്ടി ജനലുകൾ മുഴുവൻ വലിയ കമ്പി കൊണ്ട് ഉണ്ടാക്കി. കൂടാതെ തണുപ്പ് കാലത്ത് ജീവികൾ, മറ്റ് ക്രാബ്സ് അല്ലെ, തേള് അല്ലെങ്കിൽ ഞണ്ട് പോലുള്ള ജീവികളൊന്നും, ഒരു തരത്തിലുള്ള ജീവികളും ഉള്ളിൽ കയറാണ്ടിരിക്കാൻ വേണ്ടിയുള്ള നെറ്റിങ്, വലയും കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു വീടായിരുന്നു അവർ ഉണ്ടാക്കിയത്. പെലയോ ഓൾസോ സെറ്റപ്പ് എ റാബിറ്റ് വാരൻ ആൻഡ് ഗേവ് അപ്പ് ഹിസ് ജോബ് ആസ് എ ബെയിലിഫ് ഫോർ ഗുഡ്. എന്താ പറയുന്നത്, പെലയോ എന്ത് ചെയ്തു, ഒരു റാബിറ്റ് വാരൻ എന്ന് പറഞ്ഞാൽ മുയലിൻ്റെ കൂടാണ് കേട്ടോ, മുയലിൻ്റെ വളർത്തുന്ന ഒരു കേന്ദ്രം അല്ലേ, അതും കൂടി പെലയോ തുടങ്ങി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി, ബെയിലിഫ് ആയിട്ടുള്ള ജോലി ഉണ്ടായിരുന്നു അല്ലേ, വാർഡനൊക്കെ ആയിട്ടുള്ള ജോലി ഉണ്ടായിരുന്നു. ആ ജോലി അദ്ദേഹം രാജിവെച്ചു. എലിസൻഡ ബോട്ട് സം സാറ്റിൻ പംപ്സ് വിത്ത് ഹൈ ഹീൽസ് ആൻഡ് മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡിസെൻറ്റ് സിൽക്ക്. എലിസൻഡ എന്ത് ചെയ്തു, നല്ല വില കൂടിയ ഹൈ ഹീൽസിൻ്റെ ചെരുപ്പുകളൊക്കെ വാങ്ങി. സാറ്റിൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലാണ്, വില കൂടിയ മെറ്റീരിയലാണ് കേട്ടോ, അതുകൊണ്ടുണ്ടാക്കി ഹൈ ഹീൽസിൻ്റെ ചെരുപ്പൊക്കെ വാങ്ങി എലിസൻഡ. അതുകൂടാതെ ഇറിഡിസെൻറ്റ് എന്ന് പറഞ്ഞാൽ, സിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിച്ചമൊക്കെ തട്ടുമ്പോൾ, വെളിച്ചം പതിക്കുമ്പോൾ പല നിറങ്ങളിൽ ഇങ്ങനെ തിളങ്ങുന്ന തരത്തിലുള്ള മെറ്റീരിയൽ സിൽക്കാണ്. ഓക്കെ, വളരെ വില കൂടിയ സിൽക്കാണ്. സോ അതുകൊണ്ടുള്ള ഡ്രസ്സസൊക്കെ എലിസൻഡ വാങ്ങി. ദ ചിക്കൻ കൂപ്പ് വാസ് ദ ഓൺലി തിങ് ദാറ്റ് ഡിഡൻറ്റ് റിസീവ് എനി അറ്റൻഷൻ. എന്താ പറയുന്നത്, വീടിനൊക്കെ എല്ലാവരും അറ്റൻഷനൊക്കെ നല്ല ശ്രദ്ധയൊക്കെ കൊടുത്ത് വീടൊക്കെ നല്ല അടിപൊളിയാക്കി ഉഷാറാക്കി അവരും സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി. എന്നാൽ ആ കോഴിക്കൂടിനെ ആരും ശ്രദ്ധിച്ചേയില്ല, ഒരു അറ്റൻഷനും അതിന് കൊടുത്തില്ല. ദ ഡങ് ഹീപ്പ് സ്റ്റഞ്ച് ഫ്രം ദ കൂപ്പ് വാസ് ടേണിംഗ് ദ ന്യൂ ഹൗസ് ഇൻ ടു ആൻ ഓൾഡ് വൺ. എന്താണ്, ആ കോഴി കാഷ്ടമൊക്കെ അവിടെ നിറഞ്ഞിട്ട് അങ്ങനെ വലിയ കൂനയായി മാറി. അതിൻ്റെ അകത്തു നിന്നുള്ള ദുർഗന്ധം കൊണ്ട് ആ പുതിയ വീടിനും ഒരു പഴയ വീട് പോലെ തോന്നി. അങ്ങനെ ഒരു പഴയ വീടിൻ്റെ മണമാണ് ആ വീടിന് ഉണ്ടായിരുന്നത്. At first, when the child learned to walk, they were careful that he did not get close to the coop. ആ കുട്ടി നടക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അവർ വളരെ ശ്രദ്ധിച്ചിരുന്നു. എന്താണ്, ആ കോഴിക്കൂടിൻ്റെ അടുത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി അവർ വളരെ ശ്രദ്ധിച്ചിരുന്നു ആ കുട്ടിയെ. But then they began to lose their fears and got used to the smell. Before the child got his second teeth, he had gone inside the chicken coop to play as the wires were falling apart. They both came down with the chicken pox at the same time. പക്ഷേ പിന്നീട് അങ്ങോട്ട് അവർക്ക് അതിനോടുള്ള പേടിയൊക്കെ കുറഞ്ഞു വന്നു അല്ലേ. ആദ്യമൊക്കെ ഏഞ്ചലിനൊരു പേടിയായിരുന്നു, അയാൾ എങ്ങനെയുള്ള ആളാണെന്ന് അറിയാത്തതുകൊണ്ട് പേടിയായിരുന്നു. പിന്നീട് ആ പേടിയൊക്കെ കുറഞ്ഞു വന്നു. അങ്ങനെ കുട്ടിയെ ശ്രദ്ധിക്കുന്നതും കുറഞ്ഞു. അങ്ങനെ കുട്ടി ആ ചിക്കൻ കൂപ്പിൻ്റെ അടുത്തേക്കൊക്കെ പോയി. ഒരു 2 പല്ല് വന്ന സമയമായപ്പോൾ തന്നെ, സെക്കൻഡ് ടീത്ത് വന്ന ടൈമിൽ തന്നെ കുഞ്ഞ് അതിൻ്റെ ഉള്ളിൽ പോയി അതിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കാൻ തുടങ്ങി. അങ്ങനെ 2 പേർക്കും അവിടുന്ന് ചിക്കൻ പോക്സ് വന്നു. ആർക്കൊക്കെയാണ്, ആ കുഞ്ഞിനും വന്നു, കുട്ടിക്കും വന്നു, നമ്മുടെ ഏഞ്ചലിനും ചിക്കൻ പോക്സ് എന്നുള്ള അസുഖം വന്നു. The doctor who took care of the child couldn't resist the temptation to listen to the angel's heart. എന്താ പറയുന്നത്, ആ കുട്ടിയെ നോക്കിയ ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടർക്ക് ഏഞ്ചലിൻ്റെ ഹാർട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ആ ഒരു ടെംപ്റ്റേഷൻ, അത് ആ ഹാർട്ടിൻ്റെ മിടിപ്പൊന്ന് നോക്കണം അല്ലേ, അതൊന്ന് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഇഷ്ടം അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ആ ഒരു ടെംപ്റ്റേഷൻ അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. He found so much whistling in the heart and so many sounds in the kidneys. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കിഡ്നീസിലും ഹാർട്ടിലൊക്കെ ഒരുപാട് വിസിൽസും സൗണ്ട്സൊക്കെ അദ്ദേഹം കേൾക്കാൻ പറ്റി. വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ് ഹൗവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്. ഹൃദയമിടിപ്പ് അല്ലേ, ഒരു മനുഷ്യനുള്ള പോലത്തെ എല്ലാ ഹൃദയമിടിപ്പും എല്ലാം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് ആ വിങ്സ് എങ്ങനെ അദ്ദേഹത്തിന് വന്നു എന്നുള്ളതാണ്. ആ ഒരു ഏഞ്ചലിന് എങ്ങനെയാണ് ഈ വിങ്സ് വന്നു എന്നുള്ള കാര്യത്തിൽ മാത്രം ഡോക്ടർക്ക് സർപ്രൈസ് അടക്കാൻ പറ്റിയില്ല. They seemed so natural on that completely human organisms. He couldn't understand why other people didn't have them too. ആ ചിറകുകൾ ശരിക്കും വളരെ നേച്ചുറലായിരുന്നു. ആരും വെച്ച് പിടിപ്പിച്ച പോലെ നല്ലതാണ്, ശരിക്കും ഒരു മനുഷ്യനിൽ ചിറക് മുളച്ചു വന്നാൽ എങ്ങനെയുണ്ടാകും അതുപോലെ വളരെ നേച്ചുറലായിട്ടായിരുന്നു ആ ഏഞ്ചലിന് അത് ഉണ്ടായിരുന്നത്. He couldn't understand why other people didn't have them too. എന്താണ്, മറ്റുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ഇത് വരുന്നില്ല എന്നുള്ളതും കൂടുതൽ ഡോക്ടറെ കൺഫ്യൂസ്ഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ സർപ്രൈസ് ഉള്ളതാക്കി മാറ്റി. When the child began school, the sun and rain had caused the collapse of the chicken coop. സ്കൂളിൽ പോകാൻ തുടങ്ങി ആ കുട്ടി. ആ സമയത്ത് എന്തായി, മഴയും വെയിലൊക്കെ കാരണം ആ കോഴിക്കൂട് തകർന്നു വീണു. The angel went dragging himself about here and there like a stray dying man.
ഏഞ്ചൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലഞ്ഞു തിരിയാൻ നടന്നു, ഒരു ലക്ഷ്യബോധവും ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലഞ്ഞു തിരിയാൻ നടന്നു അല്ലേ. അദ്ദേഹം വലിച്ചിഴക്കുക, ഡ്രാഗിങ് എന്ന് പറഞ്ഞാൽ വലിച്ചിഴക്കുക എന്നുള്ള അർത്ഥമാണ്. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് നടക്കാനൊന്നും ആവുന്നില്ല, എന്നിട്ട് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിച്ച് നടക്കുന്നു. സ്ട്രേ എന്ന് ഉദ്ദേശിക്കുന്നത് ലക്ഷ്യബോധമില്ലാണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരെയാണ് കേട്ടോ. അങ്ങനെ മരിക്കാനായ ഒരു ലക്ഷ്യബോധമില്ലാത്ത ഒരു വ്യക്തിയെ പോലെ ആ ഏഞ്ചൽ അങ്ങനെ നടന്നു. ഹി സീം ടു ബി ഇൻ സോ മെനി പ്ലേസസ് അറ്റ് ദ സെയിം ടൈം. അദ്ദേഹം എവിടെയൊക്കെ ഉള്ളതുപോലെ തോന്നി, എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരേ നടത്താണ്, അവിടെ ഇവിടെയൊക്കെ അദ്ദേഹം ഉള്ളതുപോലെ തോന്നുന്നുണ്ടായിരുന്നു. ഹി കുഡ് സ്കേഴ്സ്ലി ഈറ്റ്. അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാനേ പറ്റില്ല. സ്കേഴ്സ്ലി എന്ന് വളരെ കുറച്ച്, അല്ലെങ്കിൽ പറ്റിയില്ല എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കഴിക്കാനേ പറ്റിയില്ല. ആൻഡ് ഹിസ് ഐസ് ഹാഡ് ഓൾസോ ബിക്കം സോ ഫോഗി ദാറ്റ് ഹി വെൻറ്റ് അബൌട്ട് ബംപിങ് ഇൻ ടു പോസ്റ്റ്സ്. എന്താ പറയുന്നത്, കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയല്ലേ. എന്നിട്ട് എന്താണ് അവിടെ ഇവിടെയും പോയിട്ട് പോസ്റ്റിനും അതിനൊക്കെ വെച്ച് ഇടിക്കാൻ വേണ്ടി തുടങ്ങി. പെലയോ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദ ഷെഡ്. പെലയോ എന്ത് ചെയ്തു, ഒരു ബ്ലാങ്കറ്റ് പുതയ്ക്കാൻ വേണ്ടി ഒരു പുതപ്പ് എടുത്തു വന്നിട്ട് അദ്ദേഹത്തിന് മേലെ എറിഞ്ഞു കൊടുത്തിട്ട് ഷെഡിൽ കിടക്കാൻ വേണ്ടി സമ്മതിച്ചു. ഓൺലി ദെൻ ഡിഡ് ദേ നോട്ടീസ് ദാറ്റ് ഹി ഹാഡ് എ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. അപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് ഈ ഏഞ്ചലിന് ഒരു ടെമ്പറേച്ചർ, പനി വരുന്ന പോലെ അദ്ദേഹത്തിന് തോന്നിയത്. അത് രാത്രി ആ പുതപ്പ് കൊടുത്തപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. ദേ ബിക്കെയിം അലാംഡ് ഫോർ ദേ തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ. അവർക്കാകെ ഇതായി ടെൻഷനായില്ലേ, ഇദ്ദേഹം മരിക്കാൻ പോവുകയാണെന്ന് അവർക്ക് തോന്നി. അങ്ങനെ അവർ കുറച്ച് അവരെ കൂടുതൽ, അതായത് ഈ ഏഞ്ചലിനെ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങി. ആൻഡ് യെറ്റ് he not only survived his worst winter but seemed improved with the first sunny days. പക്ഷേ അദ്ദേഹം ആ വിൻ്ററിനൊക്കെ തരണം ചെയ്തു സണ്ണി ഡേയ്സിൽ അദ്ദേഹം തരണം ചെയ്ത് ജീവിച്ചു. He remained motionless for several days in the farthest corner of the courtyard. എന്താണ്, ഒരു അനക്കവും ഇല്ലാണ്ട് ആ കോർട്ട്യാർഡിൻ്റെ മുറ്റത്തിൻ്റെ ഒരു സൈഡിൽ അയാളിങ്ങനെ അനങ്ങാണ്ട് കിടന്നു കുറേ ദിവസങ്ങളോളം. At the beginning of December, some large stiff feathers began to grow on his wings. ഡിസംബർ മാസത്തിന് തുടക്കമായപ്പോൾ കുറച്ച് സ്റ്റിഫായിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫെതേഴ്സ് അദ്ദേഹത്തിൻ്റെ മേത്ത് എന്താണ് പുതുതായിട്ട് വിങ്സ്, ചിറകിൻ്റെ മേലെ പുതിയ ഫെതേഴ്സ്, തൂവലുകൾ മുളയ്ക്കാൻ വേണ്ടി തുടങ്ങി. ദേ ലുക്ഡ് ലൈക്ക് ദ ഫെതേഴ്സ് ഓഫ് എ സ്കെയർ ക്രോ. ഒരു സ്കെയർ ക്രോ എന്ന് പറയില്ലേ, ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് സ്കെയർ ക്രോൻ്റെ. എന്താണ്, പാടത്തൊക്കെ പക്ഷികളെ ഓടിക്കാൻ വേണ്ടി, കാക്കേനൊക്കെ ഓടിക്കാൻ വേണ്ടി വെക്കുന്ന ഒരു മനുഷ്യക്കോലത്തിനാണ് സ്കെയർ ക്രോ എന്ന് പറയുക. അതിൻ്റെ മേത്ത് നമ്മൾ പുല്ല് കൊണ്ട് വൈക്കോൽ വെച്ച് ഉണ്ടാക്കുന്ന ഇതുപോലെ ഉണ്ടാവും. അതെങ്ങനെയാണോ ഉള്ളത് അതുപോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മേത്ത് വന്ന ആ ഫെതേഴ്സ് ഉണ്ടായിരുന്നത്. One morning, Elisenda was cutting some bunches of onions for lunch when a wind blew into the kitchen. Then she went to the window and found the angel in his first attempts at flight. എന്താണ്, ഒരു ദിവസം രാവിലെ എലിസൻ്റെ ഉച്ചക്കത്തെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ്, ഒനിയൻസൊക്കെ ഉള്ളിയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല ശക്തിയിലൊരു കാറ്റ് വന്നപ്പോൾ അവർ പുറത്ത് പോയിട്ട് ജനലിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് ശ്രദ്ധിച്ചു. അപ്പോഴാണ് എലിസൻ്റെ കാണുന്നത് എന്താണ്, ഈ ഏഞ്ചൽ പറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. These were so clumsy that he was on the point of knocking the shed down as he couldn't get a grip on the air. വളരെ ക്ലംസി ആയിട്ട് അല്ലേ, അതായത് ഒരു കാര്യം കൃത്യമായി ചെയ്യാൻ പറ്റാണ്ട് പലപ്പോഴും തെറ്റുപറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളെ കൊണ്ട് പറയുന്നതാണ് ക്ലംസി. ഒരു കാര്യം കൃത്യമായി ചെയ്യാൻ പറ്റാത്തിരിക്കുന്ന വ്യക്തിയെ കൊണ്ട് പറയുന്നതാണ് ഹീസ് വെരി ക്ലംസി എന്നൊക്കെ പറഞ്ഞാൽ അതിനാണ് കേട്ടോ, ശരിയാക്കി ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയെ കൊണ്ട് പറയുന്നതാണ്. അങ്ങനെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ആ ഏഞ്ചൽ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ മേലെ ഷെഡിന് പോയി തട്ടി താഴെ വീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം. എന്നിട്ടോ ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്. അങ്ങനെ ട്രൈ ചെയ്തിട്ട് ആ ഒരു ഗ്രിപ്പ് കിട്ടി പെട്ടെന്ന് അല്ലേ. ആദ്യമൊന്നും എയറിൽ, വായുവിൽ അദ്ദേഹത്തിനൊരു ഗ്രിപ്പ് കിട്ടുന്നുണ്ടായിരുന്നില്ല പറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ട്രൈ ചെയ്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ഹി ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്. അങ്ങനെ ഉയരത്തിലേക്ക് അദ്ദേഹം പറന്നു. എലിസണ്ട ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ് ഫോർ ഹെർസെൽഫ് ആൻഡ് ഫോർ ഹിം വെൻ ഷി വാച്ച്ഡ് ഹിം പാസ് ഓവർ ദ ലാസ്റ്റ് ഹൗസസ്. He was holding himself up in some way with the risky flapping of a senile vulture. എന്താണ്, അങ്ങനെ അദ്ദേഹം പറന്ന് ഉയരത്തിലേക്ക് പോകുന്ന കണ്ടപ്പോൾ എലിസണ്ടയ്ക്ക് വളരെ സമാധാനമായി. അവൾക്ക് വേണ്ടിയും, ദാറ്റ് മീൻസ് അവൾക്കൊരു സമാധാനമായി, അത് പറന്ന് പോയല്ലോ എന്നുള്ളൊരു സമാധാനമായി. പിന്നെന്താണ്, അദ്ദേഹം ആ ഏഞ്ചൽ മരിച്ചു പോയിട്ടില്ലോ എന്നുള്ളൊരു സമാധാനമായി, അദ്ദേഹത്തിന് പറക്കാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷവും ഉണ്ട്. പിന്നെയോ അവളങ്ങനെ പറന്ന് ആ ഏഞ്ചൽ അങ്ങനെ പറന്ന് അങ്ങ് ദൂരെയുള്ള വീട് അല്ലേ, അതും കടന്ന് പോകുന്നത് കണ്ടപ്പോഴാണ് അവർക്കൊരു സമാധാനമായത്. എങ്ങനെയായിരുന്നു അദ്ദേഹം പറന്നുപോയത്, ആ ഏഞ്ചൽ പറന്നുപോയത് എങ്ങനെയായിരുന്നു, ഒരു വയസ്സായ, ഒരു ക്ഷീണിച്ചവശനായ, ഒരു ദുർബലനായ ഒരു വൾച്ചർ, കഴുകൻ എങ്ങനെയാണോ പറക്കുക അതുപോലെയാണ് എലിസണ്ടയ്ക്ക് ആ ഏഞ്ചൽ പറന്നു പോകുമ്പോൾ തോന്നിയത് കേട്ടോ. ഷീ കെപ്റ്റ് വാച്ചിങ് ഹിം ഈവൻ വെൻ ഷി വാസ് ത്രൂ കട്ടിങ് ദ ഒനിയൻസ്. ഒനിയൻസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിലും അവളിങ്ങനെ അയാൾ ഏഞ്ചൽ പൊങ്ങി പോകുന്നത് നോക്കിക്കൊണ്ടേയിരുന്നു.
ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ് അണ്ടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹെർ ടു സീ ഹിം. അങ്ങ് കാണാൻ കഴിയില്ല, അങ്ങ് ദൂരെ എത്തി, എന്നിട്ടും അവളിങ്ങനെ എത്തി വലിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കലാണ്. ഹി വാസ് നോ ലോങ്ങർ ആൻ അനയൻസ് ഇൻ ഹെർ ലൈഫ് ബട്ട് ആൻ ഇമാജിനറി ഡോട്ട് ഓൺ ദ ഹൊറൈസൺ ഓഫ് ദ സീ. അങ്ങ് കടലിൻ്റെ ചക്രവാളത്തിൻ്റെ അല്ലേ, അങ്ങ് ചക്രവാളത്തിൻ്റെ അറ്റത്തുള്ള ഒരു ചെറിയ ഡോട്ട് പോലെ അദ്ദേഹം മാഞ്ഞുപോയി. ഇനി ഒരിക്കലും അദ്ദേഹം അവരുടെ ജീവിതത്തിൽ ഒരു ശല്യമായി മാറില്ല. എന്തായി മാറിയത്? അദ്ദേഹം ഒരു ഓർമ്മയായിട്ട് അങ്ങ് ദൂരെ എത്തിപ്പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു സ്റ്റോറി. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്, ആക്ടിവിറ്റീസ് ബാക്കിയുണ്ട്, പിന്നെ എന്താണ് കുറച്ച് ഫ്രേസൽ വേർബ്സും കൂടി തരുന്നുണ്ട് മറ്റു വീഡിയോകളിലായിട്ട്. അതും കൂടി നിങ്ങൾ കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു. ബൈ.